എന്തൊക്കെ ന്യൂസുകളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജയിലിന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ആ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനൽ ജയിൽ ചാടിയതിനു ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു ആ കിണറ്റിന്ന് അയാളെ വലിച്ചെടുക്കുന്ന സമയത്ത് മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരു കല്ലെടുത്ത് അയാളുടെ തലയിൽ ഇട്ടിരുന്നെങ്കിലും അതോടുകൂടി ആ ജയം തീർന്നതിന്. എത്ര പേർക്കാണ് അയാളും മൂലം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊന്നിട്ട് ഒരു കൈയില്ലാത്ത മനുഷ്യൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച ആൾക്കാർ വരെയുണ്ട്. ഇപ്പൊ അവർക്കൊക്കെയുള്ള മറുപടി ആയില്ലേ? കൈയില്ലാത്ത ഒരാള് ഇത്രയും സുരക്ഷയുള്ള ജയിൽ എങ്ങനെ ചാടി? അയാളുടെ പിന്നിൽ തീർച്ചയായിട്ടും ആൾക്കാരില്ലാതെ അയാൾക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. 100% ഉറപ്പാണ്. ആളൂരെന്ന് അയാൾക്ക് വേണ്ടി കേസ് വാദിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് അയാളുടെ പിന്നില് നല്ല പ്രബലമായ ശക്തികളുണ്ടെന്നുള്ളത്. പൈസ ഇറക്കി കളിക്കാനും ആളെ പുറത്തിറക്കാനൊക്കെ. കാരണം ക്രിമിനലുകളെ പുറത്തിറക്കി കഴിഞ്ഞാൽ അവർക്കും അതിന്റെ ഗുണങ്ങളുണ്ടാവുമല്ലോ. ഇത്രയൊക്കെ ആയിട്ടും അയാളെ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നടുവരൽ ഉയർത്തി കാണിച്ച് മൂക്കിൽ ഇട്ടിട്ട് അയാൾ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണത്. കാർക്കിച്ച് തുപ്പലാണ് അയാളെ ചെയ്തത്. അയാളൊക്കെ ഇനി വെച്ചിട്ടിരിക്കാൻ പാടില്ല. എന്നിട്ടും കുറെ ആൾക്കാര് ഇപ്പൊ നിമിഷപ്രിയായിട്ട് താരതമ്യം ചെയ്യാം. നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്നവര് എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിനെ പുറത്തിറക്കാൻ വാദിക്കുന്നില്ല എന്ന്. നിമിഷപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവർ കൊലപാതകം നടത്തിയത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം. ഈ വ്യക്തി അങ്ങനെയാണോ? സ്വന്തം ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു ക്രിമിനലാണ് അയാള്. ഇപ്പൊ വരുന്ന വാർത്തകൾ കണ്ടില്ലേ? അയാളുടെ കയ്യിൽ മൊബൈലുകൾ കിട്ടിയിരുന്നു, ഫോൺ വിളിക്കാറുണ്ട്, കഞ്ചാവ് യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ അർത്ഥം എന്താ? അയാൾ ജയിലിലായിരുന്നോ അതോ സ്വന്തം വീട്ടിലായിരുന്നോ താമസിച്ചിരുന്നത്? അപ്പൊ ആൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും, അയാൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും, അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ജയിലിൽ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അയാളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട്, അയാളെ പുറത്തിറക്കാൻ ആൾക്കാരുണ്ട്, അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ട്. അല്ലാതെ ഒന്നും ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു ജയിലിൽ കഞ്ചാവ് കിട്ടുന്നത് എങ്ങനെയാ? മൊബൈൽ കിട്ടുന്നത് എങ്ങനെയാ? 8-9 മാസങ്ങളായിട്ട് അയാൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ജയിലിന്റെ കമ്പി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ന്യൂസിൽ പറയുന്നുണ്ട്. ഈ 9 മാസക്കാരായിട്ട് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർഡനോ അവിടെയുള്ള ഒരു പോലീസുകാരനോ അത് മനസ്സിലായില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയിൽ എന്ന വാക്കിന്റെ സുരക്ഷയ്ക്ക് എന്തർത്ഥാണുള്ളത്? ഇപ്പി കിട്ടിയ സമയത്ത് തന്നെ അയാൾക്ക് നല്ല അടി കൊടുത്ത് അയാൾ ജയിലിലല്ല, അയാൾ ആശുപത്രിയിലാണ് ആവേണ്ടതായിരുന്നു. മനസ്സിലായ? ഈ കൊണ്ടുപോണതിനിടയ്ക്ക് ആരൊരാള് ആളുടെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സുകൊണ്ട്, മനസ്സിലെ സന്തോഷം കൊണ്ട് 1000 നന്ദി. ഇപ്പി സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥിതിയോടുള്ള ഇളിച്ചുകാട്ടിലാണെന്ന് പറയും. ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത് കേരളമാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നടന്നോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല എന്നുള്ളൊരു രീതിയിലായി. എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലാ നമ്മുടെ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു വീഴുന്നത് അല്ലേ? നിയമം കാത്തു രക്ഷിക്കേണ്ടവർ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ച എത്ര ഭീകരാണല്ലേ? അപ്പോ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയണ്ട. ഒരു കൈയില്ലാത്ത ആ വ്യക്തിക്ക് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാന്നുണ്ടെങ്കിൽ ആ കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്തു വെച്ചേനെ.